കെ സുധാകരൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകും. സിറ്റിംഗ് എംപിമാരിൽ KPCC പ്രസിഡന്റിനും ഇളവില്ല. കോൺഗ്രസ് ദേശീയ നേതൃത്വം സുധാകരന് നിർദ്ദേശം നൽകി. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തുകൊണ്ടാണ് സുധാകരൻ മത്സരിക്കട്ടെ എന്ന നിർദ്ദേശം കേന്ദ്ര നേതൃത്വം നൽകിയത്? വേണു, സുധാകരന്റെ പ്രതികരണം ഇതിനോട് എന്ത് എന്നുള്ളതിൽ നമുക്ക് വ്യക്തതയില്ല. മറിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം സുധാകരന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കണ്ണൂരിൽ സിറ്റിംഗ് MP എന്ന രീതിയിൽ തന്നെ അദ്ദേഹം മത്സരിക്കണം എന്നുള്ളതാണ്. ഇതിന് ആധാരമായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് അറിയില്ല. മറിച്ച് ഈ തീരുമാനം സുധാകരനെ അറിയിച്ചിരിക്കുന്നു. സിറ്റിംഗ് എംപിമാരിൽ കേരളത്തിൽ ആർക്കും ഇളവ് നൽകേണ്ട, മത്സരിക്കാതെ മാറി നിൽക്കാനുള്ള ഇളവ് നൽകേണ്ട എന്നാണ് തീരുമാനം. ഇതനുസരിച്ച് ഇപ്പോൾ സിറ്റിംഗ് എംപിമാരായിട്ടുള്ള എല്ലാവരും മത്സരിക്കും. അതിൽ കെ സുധാകരനും ഭാഗമാകും. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റേതാണ് തീരുമാനം. നിലവിൽ ഉള്ള സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ, കോൺഗ്രസിലെ ശാക്തിക ചേരി, അതിന് ഏതെങ്കിലും വിധത്തിലൊരു ഇളക്കം തട്ടുന്ന വിധത്തിലുള്ള ഒരു തീരുമാനമല്ല ഇതെന്നാണ് ഇക്കാര്യം നമ്മളോട് സ്ഥിരീകരിച്ച കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന ദേശീയ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് കേരളത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ നിയമസഭയിലേക്ക് VD സതീശന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ട് പ്രതിപക്ഷ നിരയുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വം കെ സുധാകരന്റെ നേതൃത്വത്തിൽ തന്നെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കട്ടെ എന്നുള്ളതാണ്. അതിൽ KPCC പ്രസിഡന്റ് മത്സരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ തവണയാണ് ഇത്തരത്തിലുള്ള ഒരു സമവാക്യം ഉണ്ടാക്കിയത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്ന സമയത്ത് KPCC അധ്യക്ഷൻ മാറി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുക എന്നുള്ള ഒരു തീരുമാനമെടുത്തത്. എന്നാൽ ഇത്തവണ അതിൽ നിന്ന് ഉപരിയായിട്ടുള്ള ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. സുധാകരൻ മാറി നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ ചില തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ നൽകും എന്ന് വിലയിരുത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിന്റെ പേര് ഒരു ഘട്ടത്തിൽ പരിഗണിച്ചെങ്കിലും ഇപ്പോൾ KC വേണുഗോപാലിന്റെ പേര് അദ്ദേഹത്തിന് സന്നദ്ധത അദ്ദേഹം അറിയിക്കാത്ത സാഹചര്യത്തിൽ, അഥവാ അദ്ദേഹത്തോടെ നിർദ്ദേശത്തോട് രാഹുൽ ഗാന്ധി കൂടി യോജിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്ന വിധത്തിലേക്ക് ചർച്ചകൾ എത്തുകയാണ്. കണ്ണൂരിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു. കെ സുധാകരനെ അറിയിച്ചിരിക്കുന്നു. അദ്ദേഹം മത്സരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് വിധേയനാകേണ്ടി വരും. ശരി, കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കും. കേന്ദ്ര നേതൃത്വം സുധാകരന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.